ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റും അതേപോലെ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ മറൈന ട്രെഞ്ചും ഈ ആഴവും അതേപോലെ ഉയരവും കണ്ടുപിടിക്കാൻ വേണ്ടി മാത്തമാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ രണ്ട് കൺസെപ്റ്റുകളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഈ രണ്ട് കൺസെപ്റ്റുകളും അനേകം ശാസ്ത്രശാഖകളിൽ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആർക്കിടെക്ചർ, ഏവിയേഷൻ, അതേപോലെ നാവിഗേഷൻ, ഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കടലിൽ ഉപയോഗിക്കുന്ന ധാരാളം കൺസെപ്റ്റുകൾ, അതായത് ഒരു ഷിപ്പിൻ്റെ പൊസിഷൻ, ആ ഷിപ്പ് എത്ര ദൂരത്തിലാണ്, എത്ര നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് എന്നൊക്കെ റഡാർ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായിട്ട് ഇത് മെഷർ ചെയ്യുന്നതിൽ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആംഗിൾ ഓഫ് എലിവേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പഠിക്കാം. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരു മരം ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, സപ്പോസ് എ ട്രീ ഈസ് ദർ. അപ്പൊ ഈ വ്യക്തിയുടെ മുന്നിലെ മരത്തിന്റെ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ഇയാളുടെ ഈ സൈറ്റ്, ഇയാൾ നേരെ ഈ ഒബ്ജക്റ്റിനെ നേരെ നോക്കുകയാണെങ്കിൽ, ഈ റേയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ റേ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റേ. ഇനി ഇയാളുടെ ദൃഷ്ടി, ഇയാളുടെ സൈറ്റ് ഇയാൾ മേലോട്ട് ഉയർത്തി ഈ മരത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഈ റേ ഇങ്ങനെ ഉണ്ടാവുന്ന, ഈ ഫോം ചെയ്യുന്ന ഈ റേയാണ് നമ്മൾ എന്ത് പറയാ? റേ ഓഫ് വിഷൻ അഥവാ ലൈൻ ഓഫ് സൈറ്റ് എന്നൊക്കെ പറയുന്നത്. റേ ഓഫ് വിഷൻ ഓർ ലൈൻ ഓഫ് സൈറ്റ്. ഈ ഹൊറിസോണ്ടൽ റേക്കും ഈ ലൈൻ ഓഫ് സൈറ്റിനും ചേർന്ന് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ? ഹൊറിസോണ്ടൽ റേക്കും ലൈൻ ഓഫ് സൈറ്റിനും ഇടയിലുള്ള ആംഗിൾ. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ടിഗ്നോമെട്രി വെച്ച് ഹൈറ്റ് ഓഫ് ദ ട്രീയും ഇയാളും ഈ ട്രീയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അത് ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ്. നോക്കൂ, ഇതൊരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക, ഒരു 3 സ്റ്റോറേജ് ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ മുകളിലാണ്, നമ്മൾ ടെറസിന്റെ മുകളിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ, ഇയാൾ ഈ താഴത്തുള്ള, അതായത് ഈ ഒബ്ജക്റ്റിനെ അയാൾ നോക്കുന്നത് വിചാരിച്ചോളൂ. അപ്പൊ അയാൾ ആക്ച്വലി അയാളുടെ ഹൊറിസോണ്ടൽ റേ, അയാൾ നേരെ നോക്കുകയാണെങ്കിൽ അയാളുടെ ഹൊറിസോണ്ടൽ റേ ഇങ്ങനെയാണ് പോവുക. പിന്നെ അയാൾ ഈ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അയാളുടെ ഈ ലൈൻ ഓഫ് സൈറ്റ് ഇതാണ് ലൈൻ ഓഫ് സൈറ്റ്. ഇതാണ് അയാളുടെ ഹൊറിസോണ്ടൽ റേ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റേ. അപ്പൊ ഈ രണ്ട് റേക്കും ഇടയിലുള്ള ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇപ്പൊ ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഈ ഒബ്ജക്റ്റ് എത്ര ദൂരത്തിലാണ്, അതേപോലെയുള്ള ഈ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആംഗിൾ ഓഫ് എലിവേഷനും ഇതേപോലെ ആംഗിൾ ഓഫ് ഡിപ്രഷനും നമുക്ക് ഉപയോഗിക്കാം.